Hello friends, stock market loversലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. Hi traders, tomorrow if Nifty stays 13,390 ആ ലെവലിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഡിസൈഡ് അടുത്തൊരു മൈനർ കറക്ഷനിലേക്ക് നിഫ്റ്റി ഒരു പക്ഷേ പോയേക്കാം. ഒരു പക്ഷേ എന്നല്ല, ബിക്കോസ് ആ ഒരു ഏരിയയിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ ഓൾറെഡി ഉണ്ട്. സോ നിഫ്റ്റി ആ ഒരു ലെവലിൽ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു സെൽ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് അപ് ടു 13,240 വരെ പോകാം. ഓക്കെ, അതായത് ഫസ്റ്റ് സപ്പോർട്ട് പിന്നെ കിട്ടുന്നത് 13,240 സോ ഗൈസ് കെയർഫുള്ളായിട്ടിരിക്കുക. ആൻഡ് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഫ്രണ്ട്സ്? എസ്പെഷ്യലി ബിഗിനേഴ്സിനോടാണ് ചോദിക്കുന്നത്. ഇന്ന് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു സ്വിംഗ് മോഡൊക്കെ ഉണ്ടായിരുന്നു. ഷോർട്ട് ചെയ്യാനും ബൈ ചെയ്യാനും പറ്റിയൊരു എന്താ പറയുക, നല്ലൊരു ഏരിയാസൊക്കെ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം. ആൻഡ് എന്തൊക്കെയായാലും പ്ലീസ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആരും എഴുതി ചോദിക്കാറുമില്ല, എഴുതാറുമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ഇല്ല. ഓക്കെ, വെരി പരിമിതമായിട്ടുള്ള ആൾക്കാരാണ്. ബിക്കോസ് ഞാൻ ഓർഗാനിക്കലി വളരാനാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് എനി പ്രൊമോഷൻ ഐ ഡോണ്ട് വാണ്ട് ടു പ്രൊമോട്ട് മൈ ചാനൽ. അതുകൊണ്ടാണ്, വേറെ ഒന്നല്ല കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് 10,000 സബ്സ്ക്രൈബർ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ. യെസ്, ഓർഗാനിക്കായിട്ട് പോവാം. ഓക്കെ, ലൈക്ക് ട്രേഡിങ് എങ്ങനെ പഠിക്കുന്നു, ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലും ആസ് ഫാർ ആസ് ഐ കൺസേൺ. ഓക്കെ, സോ നമുക്ക് സ്ലോലി വളരാം. അതുപോലെ തന്നെ ട്രേഡിങ്ങിലൂടെയും സ്ലോലി വളരാം. അതാണ് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. സോ ഗൈസ്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇമെയിലിൽ എനിക്ക് ഇമെയിലൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇമെയിലൊക്കെ കിട്ടി, ഞാൻ അതിന് പ്രോംപ്റ്റായിട്ട് മറുപടി കൊടുക്കാറുണ്ട്. സോ യു ക്യാൻ ഇമെയിൽ മീ അറ്റ് എനി ടൈം. ഓക്കെ, ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും. ആൻഡ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ചാനൽ. യുനോ, ഇത് നമ്മളൊരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചാനലൊന്നല്ല. അല്ലെങ്കിൽ ഈ ചാനൽ അങ്ങനെയായി മാറാൻ വേണ്ടിയിട്ട് പൈസയ്ക്ക് പിന്നെ ചാർജ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നൊരു ചാനലും അല്ല. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന കുറച്ച് നോളേജസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു, അത്രമാത്രം. അപ്പോൾ ഹെൽപ്പ് മെൻറ്റാലിറ്റി അത്രേ ഉള്ളൂ. ഓക്കെ, എസ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. ഇനി സമയം കളയാണ്ട് അതിൽ മുന്നേ റിമൈൻഡർ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ഒരു ഉപകാരം മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തായും. എന്നാലല്ലേ എനിക്കൊരു എന്താ പറയുക, ഒരു ഉന്മേഷം, ജോഷ് ഉണ്ടാവുള്ളൂ. സോ അത് ഒരു റിക്വസ്റ്റാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്ത് 13,478 50 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 45,959 143 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 30,510 199 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ എക്സ്പെക്റ്റഡ് ചെയ്ത പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗ്യാപ്പ് ഡൗൺ തന്നെയായി. ആൻഡ് പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,529 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് 13,488. ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. ഡേ ഹൈ വെൻറ്റ് അപ് ടു 13,503. ഡേ ലോ വാസ് 13,399 ആൻഡ് 50 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 13,478 ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെക്നിക്കൽ വ്യൂ പ്രകാരം നിഫ്റ്റി ഇറ്റ് ഷുഡ് ഹോൾഡ് എബവ് 13,560 ആ ഒരു ലെവലും. അറ്റ്ലീസ്റ്റ് ക്ലോസിങ് അതിൻ്റെ മുകളിലായിരിക്കണം. അടുത്തൊരു 2-3 ട്രേഡിംഗ് സെഷൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ്, അപ്വേർഡ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതർവൈസ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് നിഫ്റ്റി സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സോൺ 13,390 സപ്പോർട്ട് കാണിക്കുന്നത്. സെക്കൻഡ് ഈസ് 13,000 ആൻഡ് തേർഡ് 13,240 ആ ഒരു ലെവലാണ്. അതാണ് ഒരു റേഞ്ച് വരുന്ന സപ്പോർട്ടിൻ്റെ. ആൻഡ് നിഫ്റ്റി അതേ സമയത്ത് 13,560 മീതെ ക്ലോസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രേഡിംഗ് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് 13,740 ഓഫ്കോഴ്സ് അതിൻ്റെ അടുത്ത് 13,600 ഉണ്ട്. ആ ഒരു ഹർഡിൽ ഇറ്റ് ഈസ് ദയർ. ബട്ട് ഒരു ട്രേഡിംഗ് റേഞ്ച്
13,740 അപ് ടു ആ ഒരു ലെവലിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രണ്ട്സ്, ഇനി ഫ്രഷ് ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 13,560 എല്ലാം ഈസി ആയിട്ട് നമുക്ക് സർപ്പാസ് ചെയ്ത് പോകാൻ കഴിയും. അതേസമയം നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ്. അതായത് ആ മെയിൻ ഏരിയാസ് സപ്പോർട്ട് സോൺ ഈസ് 13,319. അത് ബ്രേക്ക് ആവുന്നിട്ടുണ്ടെങ്കിൽ അപ് ടു 13,240 വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അങ്ങനെ നല്ലൊരു ഡിപ്പ്, ഓക്കെ, മാക്സിമം ഡിപ്പ് എവിടെ എത്തുന്നോ അവിടെ നിന്ന് ബൈ ചെയ്യാൻ ശ്രമിക്കുക ഫ്രഷ് പൊസിഷൻസ്. ഓക്കെ, 13,240 പോയി ഹിറ്റ് ചെയ്ത ഉടനെ ബൈ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മാർക്കറ്റ് അവിടെ എത്ര ടൈം സ്റ്റേ ചെയ്യുന്നു, ഓക്കെ, ഇത് റീകൂപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടോ, അതോ വീണ്ടും അത് ബ്രേക്ക് ഡൗൺ ആവാണോ. വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സോൺ ഈസ് 13,100 ആണ്. ഓക്കെ, സോ അതെല്ലാം നോക്കിയതിന് ശേഷം ഒരു ഫ്രഷ് ബൈയിങ്ങിന് ശ്രമിക്കുക. അതേസമയം 13,350 13,400 ബൈയിന് പോകാണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഷോർട്ട് സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾ നടത്താം. ഫ്രണ്ട്സ്, ഇന്ന് ഷോർട്ട് എടുത്തവർ ഒരുവിധം ഒരു 80% പേരും ഇന്ന് പെട്ടിട്ടുണ്ടാവും, ട്രാപ്പായിട്ടുണ്ടാവും. അത് 100% ഉറപ്പാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ചോപ്പി ആയിരുന്നു മാർക്കറ്റ് ആൻഡ് ഹൈലി വോളറ്റൈൽ. സോ ഓരോരോ ഏരിയയിൽ മാർക്കറ്റ് അത്ര ടൈം സ്റ്റേ ചെയ്തിട്ടുണ്ട് വിത്തിൻ 10 പോയിൻറ്റ്സിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ. സോ അവിടെ ഭയങ്കരമായിട്ട് പ്രീമിയം മീറ്റിംഗ് വന്നു. ഓക്കെ, അത് സീറോ ബാലൻസിലേക്ക് കലാശിക്കുകയും എന്താ പറയുക സ്ക്വയർ ഓഫ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്കും ഷോർട്ട് സെല്ലേഴ്സ് നിന്ന് ഒരുവിധം പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളൊരു ട്രാപ്പിൽ പെടാണ്ട് നോക്കുക. മാർക്കറ്റാണ്, സൂക്ഷിക്കണം. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നതല്ല മാർക്കറ്റ് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ ചിന്തിക്കുക. പിന്നെ ഫ്രണ്ട്സ്, ഓപ്പറേറ്ററിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, ഓപ്പറേറ്റർ നമ്മൾ മനസ്സിൽ കാണുന്നതിനെക്കാട്ടും അരമണിക്കൂർ മുന്നേ മൂപ്പരത് ശൂന്യാകാശത്ത് കണ്ടിട്ടുണ്ടാവും, എന്നിട്ടാണ് അവർ ഓപ്പറേറ്റ് ചെയ്യണം. സോ അവരെ റെസ്പെക്റ്റ് ചെയ്യുക, അതായത് മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുക. സിമ്പിൾ ആസ് ദാറ്റ്. ചലഞ്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ചലഞ്ച് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പറ്റില്ലെങ്കിൽ മിണ്ടാണ്ട് ഉള്ള പൈസ ഒക്കെ കീശയിലിട്ടിട്ട് ഭംഗിയായിട്ട് മാറി നിൽക്കുക, കളി കാണുക, അത്രമാത്രം. മാർക്കറ്റ് നാളെയുണ്ട്, നാളെയും പൈസ ഉണ്ടാക്കാം, ഇന്ന് കളയണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി പ്രീവിയസ് ക്ലോസിംഗ് വാസ് 30,709 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 30,545. ഒരു ഗ്യാപ്പ് ഡൗണിലായിട്ട് വന്ന് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡേ ഹൈ വെൻറ്റ് അപ് ടു 30,610. ഡേ ലോ വാസ് 30,202 ആൻഡ് 199 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടി 30,510 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഷുഡ് ഹോൾഡ് എബോവ് 30,200 ലെവൽ. എന്നാൽ മാത്രമാണ് അടുത്തൊരു ഒരു റേഞ്ചായിട്ടുള്ള 30,700 ആൻഡ് 31,000 നമുക്ക് പോകാനുള്ളൊരു ചാൻസസ് കാണുന്നുള്ളൂ. അതേസമയം സെക്കൻഡ് സപ്പോർട്ട് സോണായിട്ട് കാണുന്നത് 30,000 തന്നെയാണ് മെയിൻ മേജർ. അത്രമാത്രം ബാങ്ക് നിഫ്റ്റി. ആൻഡ് ഇന്ന് ഹെവി വെയ്റ്റ്സ് എല്ലാം ബാങ്ക് നിഫ്റ്റിനെ ശരിക്കും ഡ്രാഗ് ചെയ്യിപ്പിച്ചു. എസ്പെഷ്യലി HDFC, ICIC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ് ബാങ്ക്, ഇവരെല്ലാവരും ഒരുവിധം ഡ്രാഗിങ് ഏരിയയിൽ തന്നെയായിരുന്നു. അതേസമയം കുറച്ച് പോസിറ്റീവ് കാണാൻ സാധിച്ച കൊട്ടക് മഹീന്ദ്ര, ബന്ധൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇപ്പോൾ മാത്രം. ഇന്ന് ഇന്ത്യ വിക്സ് ഡൗൺ ബൈ 1.10%. ഓക്കെ, അത് കുഴപ്പമില്ലാത്തൊരു കോൾ ഓഫാണ് നടന്നിട്ടുള്ളത്. ലോവർ ലെവൽ വോളറ്റാലിറ്റി എപ്പോഴും ബുൾസിനൊരു ഫേവറാണ്, അങ്ങനെ പ്രതീക്ഷിക്കാം, അങ്ങനെ ആവട്ടെ. ആൻഡ് അതേസമയം നമ്മൾ ഓപ്ഷൻ ചെയിൻ പരിശോധിക്കുകയാണെങ്കിൽ കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,000 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. അതേസമയം പുട്ടിൻ്റെ കാണാൻ കഴിയുന്ന 13,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,000. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള 13,500 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,900. അതേസമയം പുട്ടിൻ്റെ റേറ്റിംഗ് 13,200 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,400. ഒരു ബ്രോഡർ റേഞ്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ട്രേഡിംഗ്, അതായത് ഓപ്ഷൻ ചെയിൻ പ്രകാരം ഇറ്റ് ഷോസ് ദാറ്റ് 13,200 ടു 13,750 ആ ഒരു സോണാണ് കാണിക്കുന്നത്. FIസിൻ്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ FIസിൻ്റെ ബൈ വാല്യൂ വന്നിട്ടുള്ളത് 7,663 സെൽ വാല്യൂസ് 5,403.
നെറ്റ് വാല്യൂസ് 2259 CRൻ്റെ ബൈങ് ആണ് ഇന്ന് FISൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം DISൻ്റെ നോക്കുകയാണെങ്കിൽ ബൈ വാല്യൂസ് 3390, സെൽ വാല്യൂസ് 5665, നെറ്റ് വാല്യൂസ് -2275, വിച്ച് ഇസ് 2275ൻ്റെ ഒരു സെൽ ഓഫാണ് DISൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. Friends, to be precise, key support and resistance levels for Nifty and Bank Nifty. ആദ്യം നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് 13,420 and second is 13,360. അതേസമയം റെസിസ്റ്റൻസ് 13,520, സെക്കൻഡ് ഈസ് 13,561. ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ ഈസ് നോട്ട് സോൺ, കീ ലെവൽ 30,270, സെക്കൻഡ് ഈസ് 30,050. അതേസമയം റെസിസ്റ്റൻസ് 30,670, സെക്കൻഡ് ഈസ് 30,840. ബിക്കോസ് ഇത് എന്തിനാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമ്മളുടെ ഇത് എപ്പോഴെങ്കിലും ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ എത്ര ടൈം അത് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ യു ക്യാൻ സി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഇതൊരു ലെവലാണ്. ഓക്കെ ഇതിന് മുകളിലേക്കാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതിന് താഴേക്കാണ് പോകുന്നത്. ഓക്കെ സോ ഇതെല്ലാം ഒരു മേജർ, അതായത് കീ ലെവൽസാണ് പറഞ്ഞത്. ഓക്കെ ഒരു സോണല്ല, കീ ലെവൽസ്. ഓക്കെ സോ അതൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. And theory of max pain at 13,000, it still exists. ഫ്രണ്ട്സ്, ഇനി മീറ്റിങ്സ് വരാനിരിക്കുന്നത് പവർ ഗ്രിഡിൻ്റെയാണ്. അത് ബോർഡ് മീറ്റിംഗ് വരാനിരിക്കുന്നത് December 12th. അതേസമയം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലും ബോർഡ് മീറ്റിംഗ് 11th, December 11th. ആൻഡ് സ്റ്റോക്സ് ന്യൂസ് നോക്കുകയാണെങ്കിൽ TCSൻ്റെ ഒരു എക്സ്പാൻഷൻ ടെക്സാസിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് വിത്ത് ഓസ്റ്റിൻ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട്. ഓക്കെ അത് ഒന്ന് വാച്ച് ഔട്ട് ചെയ്തോളൂ. TCS വെരി ഗുഡ് സ്റ്റോക്ക്. ആൻഡ് ബാങ്ക് ഓഫ് ബറോഡ, ദ ബാങ്ക് ഹാസ് റിവൈസ്ഡ് ദ മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ്. ഓക്കെ അതും കൂടുതൽ നമ്മൾ ഐ എം നോട്ട് ഗോയിങ് ടു ഡൈവ് ഇൻ ദാറ്റ്. ഓക്കെ ആൻഡ് കൊട്ടക് മഹേന്ദ്ര അവരുടെ ഒരു ന്യൂസ് ഉള്ളത് RBI റെസ്ട്രിക്ട് ദ ബാങ്ക് ഫ്രം പേയിങ് ഔട്ട് ഡിവിഡൻസ് ഓൺ PNCPS ആസ് വെൽ. അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആൻഡ് ഇന്ന് FNO ബാൻ ആയിട്ടുള്ളത് PNBയും കാനറ ബാങ്കിൻ്റെയും. കാനറ ബാങ്ക് ഫ്രം യെസ്റ്റർഡേ അത് ബാനാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇന്നോട്ടൊരു ബാൻ ആയിട്ടുണ്ട്. നത്തിങ്, സിമ്പിൾ കാര്യം ആസ് യൂഷ്വൽ സംഭവിക്കുന്നതാണ്. അത് 95% എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FNO ബാൻ ചെയ്യാറുണ്ട് സെബി. സോ അത് എപ്പോൾ താഴേക്ക് വരുന്നു അന്ന് വീണ്ടും ഓപ്പൺ ആവും, അത്രമാത്രം. ഫ്രണ്ട്സ്, അടുത്തത് ഞാനെടുക്കാൻ പോകുന്ന കുറച്ച് സ്റ്റോക്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഫസ്റ്റ് വൺ ഈസ് SDFC. ഓക്കെ ബൈ അബവ് 662 ആൻഡ് ടാർഗറ്റ് ഈസ് 676. നിങ്ങൾക്ക് ഷോർട്ട് എടുക്കാവുന്നതാണ് സെയിം സ്റ്റോക്ക്. 654 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് ഡാബർ ബൈ അബവ് 516, ടാർഗറ്റ് 530. സെയിം സ്റ്റോക്ക് യു ക്യാൻ ഷോർട്ട് below 509, target up to you. Friends, next is our big boy Reliance, about 2020. Okay, you can buy and target, see up to 2055 വരെ ടാർഗറ്റ് നമുക്ക് തരാൻ പറ്റും. അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ക്ലോസ് ചെയ്യുക, ബുക്ക് ദ പ്രോഫിറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ ആൻഡ് അതേസമയം ഷോർട്ട് നോക്കുകയാണെങ്കിൽ 1995 താഴെ ഓക്കെ അത് ബ്രേക്ക് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഷോർട്ട് ആൻഡ് ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് BPCL ബൈ അബവ് 401, ടാർഗറ്റ് അപ് ടു യു. ആൻഡ് ഷോർട്ട് സെല്ല് എടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 395 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ആൻഡ് ടാർഗറ്റ് അപ് ടു യു. നെക്സ്റ്റ് ഈസ് SBI ലൈഫ്. SBI ലൈഫ് 860 മുകളിൽ ബൈ എടുക്കാവുന്നതാണ് ആൻഡ് ടാർഗറ്റ് ഈസ് എബവ് 870. അതേസമയം ഷോർട്ട് സെല്ലിന് 856 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് അപ് ടു യു. Next is Bharat Forge. Bharat Forge buy above 540. First target is 544 and second is 552. അതേസമയം ഷോർട്ട് സെല്ലാണെങ്കിൽ 537 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്, ടാർഗറ്റ് അപ് ടു യു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് ടാറ്റ സ്റ്റീൽ ബൈ അബവ് 610, ടാർഗറ്റ് 616.
ഷോർട്ട് സെല്ല് 605 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട് ഇറ്റ്. ടാർഗറ്റ് അപ് ടു യു. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് UBL. ബൈ അബവ് 1140, ടാർഗറ്റ് 1150. അതേസമയം ഷോർട്ട് എടുക്കാൻ പറ്റിയത് 1130 താഴെ പോവുകയാണെങ്കിൽ യു ക്യാൻ ഷോർട്ട്. ടാർഗറ്റ് യു ക്യാൻ സെറ്റ് യുവർ സെൽഫ്. ആൻഡ് കുറച്ച് സ്റ്റോക്സ് റഡാറിൽ വയ്ക്കാനായിട്ട്. UPL, ഫസ്റ്റ് വൺ UPL, ഓക്കെ. സെക്കൻഡ് ഈസ് HDFC. തേർഡ് വൺ ഈസ് ബജാജ് ഫിനാൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മാരുതി സുസുക്കി. ഇത്രയും ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് വെൻ എവർ യു ഗെറ്റ് ചാൻസ്, ഗെറ്റ് ഇൻ, ബുക്ക് ദ പ്രോഫിറ്റ്. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് റേറ്റിംഗ് ഏജൻസീസ് ലൈക്ക് നോമോറ ആൻഡ് സം അതർ ഏജൻസീസ് നമ്മൾ ഒന്ന് പൊക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു എഫക്റ്റ് ഇന്ന് മാർക്കറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ വി വിൽ ഗെറ്റ്. ഓക്കെ, അത്രമാത്രം. ആൻഡ് കാർഷിക ബിൽ അത് സ്റ്റിൽ ബേണിങ്. ഓക്കെ, അത് ഇനി എത്രമാത്രം എഫക്റ്റ് ആവും മാർക്കറ്റിനെ, അത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ആൻഡ് ഇപ്പോൾ ഇന്ന് ഞാൻ തന്നിട്ടുള്ള സ്റ്റോക്സ്, ഓക്കെ, അത് നാളെ ഒരു നല്ലൊരു മേജർ ഗ്യാപ്പ് അപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗണിലോ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഇതൊന്നും അപ്ലിക്കബിൾ അല്ല കേട്ടോ. സോ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്സുകൾ വിട്ട് കളയണ്ട. ഓക്കെ, നിങ്ങളുടെ ഒരു സ്റ്റഡി നടത്തിയിട്ട് നിങ്ങൾ ഗെറ്റ് ഇൻ ആൻഡ് ബുക്ക് ദ പ്രോഫിറ്റ്, അത്രമാത്രം. സ്റ്റാൻഡേർഡ് ഡിസ്ക്ലൈമർ, ദിസ് ഇസ് ഓൾ മൈ പേഴ്സണൽ വ്യൂസ്. മൈ വ്യൂ ക്യാൻ ഗോ റോങ്. സോ പ്ലീസ് ഡോണ്ട് ഫോളോ ഇറ്റ് blindly and consult a financial advisor before you enter the market or trade. അത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു റിമൈൻഡറായിട്ട് പറയുന്നതാണ് കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ഇറ്റ്. മണി എന്തായാലും ഒടിച്ചോളൂ. ടിനിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.